അവർ ദുബായ് ഗൾഫ് മോഡൽ സ്കൂളിലെ ഈ വിദ്യാർത്ഥിനികളെ ഒന്ന് കണ്ടിരിക്കണം. നീളൻ മുടികളാണ് സൗന്ദര്യത്തിന്റെ മാനദണ്ഡമെന്ന് കരുതുന്ന നാട്ടിൽ നിന്ന് കുറ്റപ്പെടുത്തലുകൾക്കോ കളിയാക്കലുകൾക്കോ ചെവി കൊടുക്കാതെ അവർ മുടി ദാനം ചെയ്തു. കൊച്ചുമിടുക്കുകൾക്ക് വലിയൊരു സല്യൂട്ട്. തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ 80കളിൽ കോളേജ് ക്യാമ്പസുകളിൽ തരംഗം സൃഷ്ടിച്ച ഗാനം. അന്നും പിൽക്കാലത്തും ക്യാമ്പസുകളിൽ കാമുകന്മാരുടെ പ്രണയലേഖനങ്ങളിലും ചുണ്ടുകളിലും നിറഞ്ഞു നിന്ന മൂളിപ്പാട്ട്. മുടിയഴകാണ് സൗന്ദര്യത്തിന്റെ കാതലെന്ന് കരുതുന്നവരാണ് ഇന്നും ഭൂരിപക്ഷം സ്ത്രീകളും. മുടിയഴകിനും സംരക്ഷണത്തിനുമായി പതിനായിരങ്ങൾ ചെലവിടുന്നവർ, മണിക്കൂറുകൾ ബ്യൂട്ടി പാർലറുകളിൽ മാറ്റിവെക്കുന്നവരാണ് ഭൂരിപക്ഷം പേരും. അവർ ഇനിയുള്ള കാഴ്ചകൾ ഒന്ന് കാണണം. ദുബായ് ഗൾഫ് മോഡേൺ സ്കൂളിലേക്ക്. റിസീന, സിയോണ, ഫിസ 8ലും 9ാം ക്ലാസ്സിലുമായി പഠിക്കുന്ന മിടുക്കി കുട്ടികൾ. ചെറിയ ക്ലാസ് തൊട്ടേ മുടി വളർത്തുന്ന ഇവർ കേശദാനത്തിനായുള്ള യാത്രയിലാണ്. ഓരോ തലമുടി വീഴുമ്പോഴും പരാതിപ്പെടുന്നവർക്കും മാസത്തിലൊരിക്കൽ ബ്യൂട്ടി പാർലറിൽ പോയി ഭംഗിയായി വെട്ടി നിർത്തുന്നവർക്കുമൊന്നും അത് മുഴുവനായി പോയവരുടെ വിഷമമറിയില്ല. അവർ വെറുതെ കളയുന്ന മുടിയുടെ വിലയും. അത് തന്നെയാണ് ഈ കൊച്ചു കുട്ടികളെ വിഷമിപ്പിച്ചതും മുടിദാനം ചെയ്യുന്നതിന് പ്രേരിപ്പിച്ചതും. The small kids who have cancer from the beginning, like when they born itself, they won't be even having to have a luck to see us even a small kind of hair. So if we are sharing a bit of hair to them, it will feel so happy for them that they can see their face filled with hair or something like that. വെട്ടിക്കഴിഞ്ഞിട്ട് ലൈക്ക് ഫ്രീ ഫ്രം ഡിസ്റ്റർബൻസ്. കാരണം നീണ്ട മുടികളൊപ്പം നമ്മൾ എപ്പോഴും കെയർ ചെയ്യണം അതിനെ. ഇതിപ്പം കെയർ ചെയ്യേണ്ട, ഇച്ചിരി കെയർ ചെയ്താൽ മതി. This long hair is not giving me any benefit, so I want them to have benefit. എനിക്ക് മുറിച്ചപ്പോൾ പ്രൗഡായി. എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. So I felt really proud because they all really appreciated. And yeah, so if you can help the people, you better help. അർബുദ രോഗികൾക്ക് സൗജന്യമായി വിഗ് നിർമ്മിച്ചു നൽകുന്ന ഹെയർ ഫോർ ഹോപ്പ് എന്ന സംഘടനയ്ക്ക് മുടി നൽകിക്കൊണ്ട് സഹപാഠികൾക്കും സമൂഹത്തിനും മാതൃകയാവുകയാണിവർ. ക്യാൻസർ രോഗികൾക്കായുള്ള സാധാരണ വിഗിന് മാർക്കറ്റിൽ 10,000 മുതൽ 15,000 രൂപ വരെ ഈടാക്കുമെന്നതാണ് പ്രവാസി മലയാളിയായ പ്രേമി മാത്യുവിനെ ഹെയർ ഫോർ ഹോപ്പ് എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകാൻ പ്രേരിപ്പിച്ചത്. During chemotherapy, people lose their hair, their lashes, their eyebrows, and they find it difficult to face society. പുറത്തേക്ക് ഇറങ്ങാൻ പോലും ധൈര്യമില്ലാതെ സമൂഹത്തിൽ ഇറങ്ങി ചെന്നാൽ എന്ത് പറയുന്നു പേടിച്ച് കുറേ അധികം ആൾക്കാർ stuck at home, feeling depressed and all that. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അവർക്കൊരു പുതിയൊരു ജീവിതം കൊടുക്കുക എന്നാണ്. 2013 ഹെയർ ഫോർ ഹോപ്പ് എന്ന സംഘടനയ്ക്ക് തുടക്കം കുറിച്ചത്. സ്വയം രോഗത്തെ തിരിച്ചറിയാനും കേശദാനത്തിന്റെ മഹത്വം സമൂഹത്തിന് പകരാനുമായി കലാലയങ്ങളിലും ഓഫീസുകളിലും ഇതുപോലുള്ള ശില്പശാലകൾ നടത്തി. ഫാഷൻ ട്രെൻഡിന് പിറകെ പോകുന്നവരാണ് ഗൾഫിലെ പുതുതലമുറയെന്ന തെറ്റിദ്ധാരണ ഇല്ലാതാക്കുന്നതാണ് ഈ കാഴ്ചകൾ. ഇന്ന് കാരുണ്യ പദ്ധതിയിൽ പങ്കാളികളാവാൻ പ്രായഭേദമന്യേ ഓരോരുത്തരും മുന്നിട്ടിറങ്ങുന്നു. ആക്ച്വലി ഡാൻസർ എന്നുള്ളത് പോലെ തന്നെ സ്ത്രീകളും എക്സ്പെഷ്യലി മലയാളി സ്ത്രീകളുടെ ഏറ്റവും വലിയ ഒരു ഘടകമാണ് തലമുടി എന്ന് പറയുന്നത്. പക്ഷെ മുടിയില്ലാത്തവരുടെ ഒരവസ്ഥ, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് കണ്ടപ്പോൾ എന്റെ ലൈഫിൽ അത് അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും, അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവുകയാണെങ്കിൽ, മുടിയില്ലാത്തവരെല്ലാം അസുഖമുള്ളവരല്ല എന്നുള്ള ഒരു വിശ്വാസം മറ്റുള്ളവരിലേക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഞാൻ ഡൊണേറ്റ് ചെയ്തത്. എണ്ണയും ഷാമ്പുവും ഇട്ട് വളർത്തിയ ഇടതൂർന്ന തലമുടിയുള്ളവർ പലരും യാതൊരു മടിയും കൂടാതെ മുറിച്ചു നൽകി. അതും തങ്ങളുടെ സഹപാഠികളും അധ്യാപകരും രക്ഷിതാക്കളും അടങ്ങുന്ന നിറഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തി അഭിമാനത്തോടെ. സൗന്ദര്യത്തിന്റെ പ്രധാന മാനദണ്ഡമായി നീളൻ മുടിയെ കണക്കാക്കുന്ന നാട്ടിൽ നിന്നും അർബുദ രോഗികളുടെ പുഞ്ചിരിക്കായി തങ്ങളിൽ വരുന്ന രൂപമാറ്റമോ മറ്റ് കളിയാക്കലുകളോ ഒന്നും കാര്യമാക്കിയില്ല. സ്ത്രീകളിൽ നിന്ന്
40 സെന്റിമീറ്റർ നീളമുള്ള മുടിയാണ് ശേഖരിക്കുന്നത്. അതിനുമുണ്ട് ചില ചിട്ടവട്ടങ്ങൾ. ഇത് ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുള്ള മുടിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ വളരെ കെയർഫുൾ ആയിട്ടാണ് ഈ മുടി വളർത്തുന്നത് തന്നെ. ആൻഡ് ഇറ്റ് ഷുഡ് ബി വെരി ക്ലീൻ. നല്ല ഡ്രൈ ആയിരിക്കണം, വേർപ്പൊന്നും ഉണ്ടാകരുത്. ബിക്കോസ് അല്ലെങ്കിൽ അത് ഫംഗസ് ഒക്കെ പിടിക്കും. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. പിന്നെ കെട്ടിയിട്ട് വേണം വെട്ടാൻ. പറ്റുമെങ്കിൽ ഒന്ന് പിന്നെയും കൂടി ചെയ്യുകയാണെങ്കിൽ ചട പിടിക്കാതിരിക്കണം. മുടി ദാനം ചെയ്യുന്നവർക്ക് പുതിയ ഹെയർ സ്റ്റൈൽ ഒരുക്കാൻ പ്രശസ്തരായ ഹെയർ സ്റ്റൈലിസ്റ്റുകളും പരിപാടിയിൽ പങ്കാളികളാകുന്നുണ്ട്. ഹെയർ സ്റ്റൈലിസ്റ്റുകൾ നിങ്ങളോട് ഹെയർ മേക്ക് ഓവറിനെ കുറിച്ച് സംസാരിക്കും. മുടി ദാനം ചെയ്ത ഏതാനും പേരുടെ മേക്ക് ഓവർ ഡെമോൺസ്ട്രേഷൻ നടത്തും. അല്പം മുടി മുറിച്ചു നൽകാൻ നിങ്ങളും തയ്യാറാണോ? എങ്കിൽ അർബുദ രോഗികളായ സ്ത്രീകൾക്ക് വിഗ് നിർമ്മിച്ചു നൽകുന്ന കാരുണ്യ പദ്ധതിയിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. അത്ഭുത എണ്ണ തേച്ച് മുടിയഴക് വർദ്ധിപ്പിക്കുന്നവരും കത്രിക വെച്ച് മുടിയിൽ ഫാഷന്റെ പുതുലോകം തീർക്കുന്നവരും ഇടയ്ക്കൊന്ന് ഓർക്കണം, മരണത്തോട് മല്ലിടുമ്പോൾ തലയിൽ തഴുകുന്നവന്റെ വേദന. Sky Jewelry Friday Specials brought